ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചില്ലി ചീസ് ടോസ്റ്റ് ആണ്. ചീസൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് നമുക്ക് ബ്രെഡ് വേണം. ഞാനിവിടെ 4 സ്ലൈസ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ സാൻഡ്വിച്ച് ബ്രെഡ് ഉണ്ടെന്നാണെങ്കിൽ അതെടുത്താൽ മതി. അതാകുമ്പോൾ പൊടിഞ്ഞൊന്നും പോവില്ല. ഇതിപ്പോൾ ഞാൻ സാധാരണ ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിടയ്ക്ക് പൊടിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട പച്ചമുളകും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ഒന്ന് അരിഞ്ഞു വെക്കണം. ഞാനിവിടെ 2 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. അതുപോലെ തന്നെ വെളുത്തുള്ളിയും എടുക്കണം. അതൊരു 10-15 ഞാനിവിടെ എടുത്തിട്ടുണ്ട്. കാരണം തീരെ ചെറിയ വെളുത്തുള്ളി ആയതുകൊണ്ടാണ്. നിങ്ങളുടെ കയ്യിലുള്ളതിന് അത്യാവശ്യം വലിപ്പമുണ്ടെന്നാണെങ്കിൽ ഒരു 5 എടുത്താലും മതിയാകും. വെളുത്തുള്ളിയും ഇതുപോലെ തന്നെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് ബ്രെഡിലേക്ക് ബട്ടർ തേച്ച് കൊടുക്കാം. ഞാനിവിടെ 4 കഷ്ണം ബ്രെഡിന് വേണ്ടിയിട്ട് 3 ടേബിൾ സ്പൂൺ ബട്ടറാണ് എടുത്തിരിക്കുന്നത്. ബ്രെഡിൻ്റെ എല്ലാ ഭാഗത്തേക്കും നമുക്ക് ഈ ബട്ടർ നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കാം. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും ഇതിൻ്റെ മീതെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിന് ശേഷമാണ് നമ്മൾ ചീസ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിവിടെ 150 ഗ്രാം പ്രോസസ്ഡ് ചീസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മോസറല്ല ചീസും യൂസ് ചെയ്യാം. ചീസൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ മീതെ നമുക്ക് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 4 സ്ലൈസ് ബ്രെഡിന് വേണ്ടിയിട്ട് 2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ് എടുത്തിരിക്കുന്നത്. എരിവ് നിങ്ങളുടെ പാകത്തിന് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ചിലർക്ക് ചിലപ്പോൾ ഇത്രയധികം എരിവ് ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ അതിനനുസരിച്ചിട്ട് നോക്കിയിട്ട് ചേർക്കുക. ഇനി ബാക്കിയുള്ള സ്ലൈസ് ബ്രെഡ് കൂടി നമുക്ക് ഇതുപോലെ തന്നെ ചീസൊക്കെ ഇട്ട് റെഡിയാക്കി എടുക്കാം. ഈ റെസിപ്പി നിങ്ങൾ അവനിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ ബ്രെഡ് സ്ലൈസ് ഒക്കെ കുറച്ചുകൂടി നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. മാത്രമല്ല ബ്രെഡിൻ്റെ 2 സൈഡും ഒരുപോലെ തന്നെ മുരിഞ്ഞും കിട്ടും. പക്ഷേ നമ്മളിപ്പോൾ ഇതൊരു പാനിലാണ് റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. അങ്ങനെ 2 സ്ലൈസ് ബ്രെഡ് ഇപ്പോൾ നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കി കൂടി റെഡിയാക്കി എടുക്കുക. എന്നിട്ട് വേണം നമുക്കിത് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാൻ. പിന്നെ നിങ്ങളെടുക്കുന്ന ബട്ടർ അൺസോൾട്ടഡ് ബട്ടർ ആവാനായിട്ട് ശ്രദ്ധിക്കണം. അഥവാ കുക്കിംഗ് ബട്ടറാണ് ഉപയോഗിക്കേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ടോസ്റ്റ് റെഡിയാക്കി കഴിയുമ്പോൾ ഉപ്പ് വളരെ കൂടിപ്പോവും. കാരണം നമ്മൾ എടുക്കുന്ന ചീസിൽ തന്നെ അത്യാവശ്യം നന്നായിട്ട് ഉപ്പുണ്ടാവും. അങ്ങനെ 4 സ്ലൈസ് ബ്രെഡ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ബട്ടർ ചേർത്തിട്ട് നമുക്കിത് ടോസ്റ്റ് ചെയ്തെടുക്കാം. ബട്ടർ നിർബന്ധമില്ല, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. നോൺ സ്റ്റിക്ക് പാൻ ആകുമ്പോൾ ബട്ടർ ഇല്ലാതെയും ടോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 2 സ്ലൈസ് ബ്രെഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് നമുക്കൊരു 5-6 മിനിറ്റെങ്കിലും കുക്ക് ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട്. തീ ഒട്ടും കൂട്ടി വെക്കരുത്. അങ്ങനെ ചെയ്താൽ ഇതിൻ്റെ അടിഭാഗം മാത്രം കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ ഒരു 5-6 മിനിറ്റ് നേരം മൂടി വെച്ച് കഴിയുമ്പോൾ ഈ ചീസൊക്കെ ഒന്ന് മെൽറ്റായിട്ട് വരും. ഇപ്പോൾ ദേ ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ അടിഭാഗമൊക്കെ നന്നായിട്ട് മുരിഞ്ഞിട്ടുമുണ്ട്. ഈ സമയത്ത് നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം.
ഇങ്ങനെ തന്നെ ബാക്കിയുള്ള ബ്രെഡ് സ്ലൈസ് കൂടി നമുക്ക് റെഡിയാക്കി എടുക്കാം. പിന്നെ ഈ റെസിപ്പി നിങ്ങൾ മോസറല്ല ചീസ് കൊണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ നമ്മുടെ ചില്ലി ചീസ് ടോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാനൊക്കെ നല്ല കളർഫുള്ളാണ്. അതുപോലെ തന്നെ ഈ ബ്രെഡിൻ്റെ അടിഭാഗമൊക്കെ നന്നായിട്ട് മുരിഞ്ഞും വന്നിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ റെസിപ്പി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ യമ്മി റെസിപ്പീസിനായി സബ്സ്ക്രൈബ് ചെയ്യുക.